ആശാവർക്കർമാരുടെ ആനുകൂല്യത്തിനായുള്ള തുക സംബന്ധിച്ച് കേന്ദ്രത്തെ കേരളം പഴിചാരുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന് നൽകിയ തുകയുടെ കണക്ക് കേന്ദ്രം ഇതിനോടകം തന്നെ പുറത്തുവിട്ടിട്ടുണ്ടെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. കേന്ദ്രം പറഞ്ഞു, അതുപോലെ തന്നെ സുരേഷ് ഗോപി സാർ അത് ഇടപെട്ടു, പാർട്ടി തന്നെ അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല, കേന്ദ്രം വിശദീകരിച്ചല്ലോ അതിൻ്റെ കണക്ക് സഹിതം. അല്ല, അത് സംസ്ഥാന സർക്കാർ കേന്ദ്രം തരാത്തത് കൊണ്ടാണ് എന്ന് ആവർത്തിക്കുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? അത് എപ്പോഴും സംഭവിക്കുന്നതല്ലേ. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞത് കേന്ദ്രം എന്ന് പറയും. അത് കേന്ദ്രത്തെ പറ്റി ഉള്ള ഒരു ബഹുമാനം കൊണ്ട് പറയുന്നതാണ്. കേന്ദ്രം എല്ലാം കൊടുക്കുന്നതുകൊണ്ട് എല്ലാത്തിനും ആദ്യം കൊടുക്കുന്നത് കേന്ദ്രമാണ് എന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് അത് പറയുന്നത്. അല്ലാതെ അതിനൊന്നും മറുപടി എന്തോ നിങ്ങൾ പറഞ്ഞു അപ്പോഴേ കേന്ദ്രം എന്ന് പറയും. എല്ലാത്തിനും പൈസ കൊടുക്കുന്നുണ്ടെന്നപ്പോൾ ഇന്നലെ പറഞ്ഞില്ലേ? അല്ല, അങ്ങനെയാണല്ലോ എപ്പോഴും പറയുന്നത്. തന്നിട്ടേ ഇല്ല, ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല. അത് എപ്പോഴും 1 രൂപ പോലും 1 പൈസ പോലും എന്നാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോ. 1 പൈസ പോലും തന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അത് മന്ത്രിയല്ലേ പറയുന്നത്. കേന്ദ്രത്തിലെ മന്ത്രി അദ്ദേഹത്തിൻ്റെ കണക്ക് കിട്ടും. അപ്പോൾ അത് ശരിയാണ്. മറ്റേത് ഇവര് വിട്ട ശരിയാണോ എന്ന് അവരല്ലേ പറയുന്നത്. അത് പറഞ്ഞില്ല, അതിൻ്റെ റിപ്പോർട്ടൊന്നും കണ്ടില്ലേ? അതെല്ലാം പത്രത്തിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കേന്ദ്രം കൊടുത്തു. എല്ലാം കൊടുത്തു. 120 രൂപ കൂടുതലും കൊടുത്തിട്ടുണ്ട്. അതാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നലെ ഒഫീഷ്യലായിട്ട് സുരേഷ് ഗോപി സാറ് നട്ടജിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരെ റിലീസ് ചെയ്തു. അതിൻ്റെ അകത്തിന് കൺഫ്യൂഷനൊന്നുമില്ല. പിന്നെ ഇന്നും പറയാം കേന്ദ്രം തന്നിട്ടില്ല എന്ന് പറയാം, നാളെയും പറയാം. അത് തീർച്ചയായിട്ടും നരേന്ദ്രമോദിജിയെ കേരളത്തിലെ ജനങ്ങൾ ഓർക്കാൻ വേണ്ടി, കാരണം എല്ലാം അദ്ദേഹമാണല്ലോ ചെയ്യുന്നത് ആദ്യം തന്നെ, അത് ഓർക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും.